ആ മച്ചാന്മാരെ, എൻ്റെ ഏറ്റവും ഇളയ അനിയൻ്റെ കല്യാണത്തിന് എൻ്റെ രണ്ടാമത്തെ അനിയൻ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരാണ്. അപ്പം മൂന്നാമത്തെ എൻ്റെ കല്യാണമായിരുന്നു. അപ്പോൾ അതിന് അവനെ വന്നിട്ടുണ്ടായിരുന്നു. അവൻ ദുബൈയിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അവനെ കൊണ്ടുവിടാൻ വേണ്ടി വന്നതാണ്. ഇപ്പോൾ സമയം ഒരു 1 മണിയൊക്കെ ആയി. കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലുണ്ട് ഞാൻ. ഇപ്പം ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സെക്യൂരിറ്റി ഫോഴ്സ് എയർപോർട്ട് അവർ നിൽപ്പുണ്ട്. പിന്നെ നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രാത്രി കാഴ്ചകളാണ്. അപ്പോൾ മച്ചന്മാരെ, ഇപ്പോൾ ഒരു ഫ്ലൈറ്റാണ് പോയത്. എങ്ങോട്ടാണെന്ന് അറിയത്തില്ല, ഏത് ഫ്ലൈറ്റാണെന്ന് അറിയത്തില്ല. ഒരു ചെറിയൊരു വെട്ടം മാത്രം. ആ മച്ചാനെ, ഇവിടെ ഒരു ചെറിയൊരു കുളമുണ്ട് കേട്ടോ. അത് മീനാണെന്ന് തോന്നുന്നു. കണ്ടോ, നല്ല രസമുണ്ട് കാണാൻ. രാത്രിയിൽ അല്ലെങ്കിലും രാത്രി കാണാൻ ആമ്പൽ വിരിഞ്ഞിരിക്കുന്നത് നല്ല രസമുണ്ട് കാണാൻ. അതുപോലെ കുറേ നമ്മുടെ ബോഗൺവില്ല ചെടികൾ ചുറ്റിനും വെച്ചിട്ടുണ്ട് കേട്ടോ. അടിപൊളി കാറ്റാണ് കേട്ടോ, നല്ല സൂപ്പർ കാറ്റ്. അതുകൊണ്ട് അടുത്തൊരു ഫ്ലൈറ്റ് പോകുന്നുണ്ട് കേട്ടോ. നമ്മൾ നേരെ താമര കണ്ടപ്പോഴേ അത് കഴിഞ്ഞപ്പോൾ അതിനിപ്പുറത്ത് കുറേ ബോഗൺവില്ല നിൽപ്പുണ്ട് കേട്ടോ. വലിയ വലിയ ചെടികൾ. അപ്പുറത്ത് അതിൻ്റെ ചുറ്റും കുഞ്ഞു ചെടികളാണ്. ഇവിടെ കണ്ടോ, ഇഷ്ടംപോലെ വെള്ള, വയലറ്റ്, നീല, എല്ലാ കളറും ഉണ്ട് കേട്ടോ. ഇഷ്ടംപോലെ റോസ് കളർ എല്ലാം ഉണ്ട്. നല്ല രസമുണ്ട് ഇതിങ്ങനെ രാത്രി നിൽക്കുന്ന കാണാൻ തന്നെ കേട്ടോ. അടിപൊളി രസം. നല്ലൊരു ഇവിടെ നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു നല്ല തണുത്ത കാറ്റും. നമ്മൾ ഈ ഒരു എന്തുവാ ഇപ്പോൾ ഒരു 1:15 കൂട്ടിക്കും, 1:15 സമയം. അവൻ കയറിപ്പോയി. അപ്പോൾ അവൻ നമ്മളോട് പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ ചെറിയ വീഡിയോസൊക്കെ എടുക്കുകയാണ്. അവിടെ നിന്ന് അനിയനും അനിയൻ്റെ ഭാര്യ, അമ്മയൊക്കെ അവിടെ നിൽപ്പുണ്ട്. ഇവിടെ നിന്ന് പിന്നെ അതുപോലെ അവിടെ ചെറിയൊരു ക്യാൻറ്റീനുണ്ട് കേട്ടോ. നല്ല റേറ്റാണ് ഇവിടെ അകത്ത് കയറി ചായ കുടിക്കുന്നതിന്. പിന്നെ ഇപ്പം വേറൊരു കാര്യമുണ്ട്, നമ്മൾ നേരത്തെയൊക്കെ പാർക്ക് ചെയ്യുന്നതിനനുസരിച്ച് പൈസ കൊടുത്താൽ മതിയായിരുന്നു. ഇപ്പം നമ്മളൊരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേന് നമുക്ക് 100 രൂപ റേറ്റാണ്. രാത്രിയിലെ നമ്മുടെ ത്രിവർണ്ണ പതാക അങ്ങനെ പറക്കുന്ന കാണാൻ നല്ല ഒരു രസമാണ് ആ കാറ്റത്ത്. അപ്പോൾ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിടത്തോട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മുടെ വണ്ടി കിടക്കുന്നു. അതാണ് നമ്മുടെ വണ്ടി. അപ്പോൾ നമ്മൾ യാത്ര തിരിക്കുകയാണ്.